ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ പോർഷൻ ബയാസിംഗ് ആണ്. ബയാസിംഗ് നമ്മൾ സബ്ജക്റ്റിൻ്റെ സിലബസിൽ വരുന്ന സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ബയാസിംഗ് വരുന്നത്. ബയാസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് DC ബയാസിംഗ് ആണ്. എന്താണ് ഈ ബയാസിങ്ങിൻ്റെ പ്രാധാന്യം? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ബയാസിങ് എന്തിനാണ് നമ്മളൊരു ട്രാൻസിസ്റ്ററിൽ കൊടുക്കുന്നത്? ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ് ആൻഡ് DC ലോഡ് ലൈൻ ഒന്നും കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെല്ലാവരും DC ലോഡ് ലൈൻ വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും DC ലോഡ് ലൈൻ ഇതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓരോ ക്യൂ പോയിൻറ്റുകളും ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. മാക്സിമം IC മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് Q1 എന്നുള്ളൊരു ക്യൂ പോയിൻ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ VC മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് Q7 എന്നിട്ടുള്ള ഒരു ക്യൂ പോയിൻറ്റും കിട്ടിയിട്ടുണ്ടാവും. ഈ രണ്ട് Q1നും Q7നും ഇടയ്ക്ക് നമുക്ക് Q2, Q3, Q4, Q5, Q6 എന്ന് പറഞ്ഞിട്ട് ക്യൂ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അന്നേരം നമുക്കറിയാം Q1ഉം Q7ഉം സാച്ചുറേഷനിലും കട്ട് ഓഫിലും ആണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ നടുക്കുള്ള കുറേ പോയിൻറ്റ്സ്, എന്നാൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ Q4, Q5 ഒക്കെ ശരിക്കും ആക്റ്റീവ് റീജിയനിലാണ് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് പോയിൻ്റ് നമ്മൾ എപ്പോഴും എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്? ആംപ്ലിഫയറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് റീജിയനിലായിരിക്കണം ഈ ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അന്നേരം എന്താണ് ഈ ക്യൂ പോയിൻ്റ്? എന്താണ് ഈ ഫിക്സിങ് നടക്കുന്നത്? ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറൻറ്റ്, കലക്ടർ കറൻറ്റിനെയും ഔട്ട്പുട്ട് വോൾട്ടേജായ VCEനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഏത് കലക്ടർ കറൻറ്റ് ആൻഡ് ഏത് VCE ആണ്? DC കലക്ടർ കറൻറ്റും DC VCEയും. VCE എന്ന് പറഞ്ഞാൽ കലക്ടർ ടു എമിറ്റർ വോൾട്ടേജ്. അന്നേരം നമ്മൾ ഒരു DC പവർ സപ്ലൈ ഒരു ട്രാൻസിസ്റ്ററിനെ അക്രോസ് കൊടുക്കുന്ന സമയത്ത് ഫ്ലോ ചെയ്യുന്ന കലക്ടർ കറൻറ്റും കലക്ടർ ടു എമിറ്റർ വോൾട്ടേജും ഡിഫൈൻ ചെയ്യുന്ന ക്യൂ പോയിൻ്റ് എപ്പോഴും ആക്റ്റീവ് റീജിയനിലായിരിക്കണം. എങ്കിൽ മാത്രമേ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി അനലൈസ് ചെയ്യാം. ഈ ലോഡ് ലൈനിന് ഈ ലോഡ് ലൈനിൽ നമുക്ക് അറിയാം രണ്ട് മാക്സിമം വാല്യൂസ് ആണുള്ളത്. VCE മാക്സിമം ആൻഡ് IC മാക്സിമം. VCE മാക്സിമം ഉണ്ട്, IC മാക്സിമം ആണുള്ളത്. ഇതിൽ VCE മാക്സിമം ദെൻ IC മാക്സിമമാണ്. ഇതിൽ നമുക്ക് IC മാക്സിമത്തിൻ്റെ വാല്യൂ നമ്മൾ ആ സർക്യൂട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ IC മാക്സിമത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് VCC / RC ആണ്. RC എന്ന് പറയുന്നത് RL ആയിട്ടും എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, IC മാക്സിമം എപ്പോഴാണ് കിട്ടുന്നത്? VCE 0 ആവുന്ന സമയത്ത്. VCE അന്നേരം ഇല്ല, അന്നേരമാണ് IC മാക്സിമം ആവുന്നത്. എന്നാണ് IC മാക്സിമം എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന VCCക്കും ദെൻ VCCന് കറസ്പോണ്ടിങ് ആയിട്ടും RCക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് IC മാക്സിമം കിട്ടുന്നത്. ഇനി VCE മാക്സിമം എന്നുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ VCE മാക്സിമം എപ്പോഴാണ് കിട്ടുക? VCE മാക്സിമം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ VCE മാക്സിമം എന്ന് പറഞ്ഞാൽ VCC ആയിരിക്കും. IC അന്നേരം 0 ആണ്. IC 0 ആവുന്ന സമയത്ത് നമ്മൾ ആ ഇക്വേഷനിൽ VCE = VCC - IC × RC എന്ന ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് VCE മാക്സിമം എന്ന് പറയുന്നത് VCC ആയിരിക്കും കിട്ടുക. അന്നേരം ഈ രണ്ട് പോയിൻറ്റുകളും IC മാക്സിമം എന്ന് പറയുന്നത് സാച്ചുറേഷൻ സാച്ചുറേഷൻ റീജിയനെയാണ് കാണിക്കുന്നത്. അതേസമയം VCE മാക്സിമം എന്ന് പറയുന്നത് കട്ട് ഓഫ് റീജിയനാണ്. ഈ രണ്ട് റീജിയനിലും നമ്മൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യില്ല. അതേസമയം ട്രാൻസിസ്റ്റർ എന്തായിട്ടാണ് വർക്ക് ചെയ്യുക? ഒരു സ്വിച്ച് ആയിട്ടായിരിക്കും
വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഈ രണ്ടിലും നമുക്ക് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്തുകൂടാ. ഓക്കെ, വി സി മാക്സിമം എന്ന് പറയുന്നത് വി സി സി ആയിരിക്കും. അതേപോലെ തന്നെ ഐ സി മാക്സിമം എന്ന് പറയുന്നത് വി സി സി ഡിവൈഡ് ബൈ ആർ സി ആണ്. അതായത് ഈ സർക്യൂട്ട് നോക്കുന്നേരം നമുക്ക് മനസ്സിലാവും. സർക്യൂട്ടിൽ നമ്മൾ 2 വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 വോൾട്ടേജ് സോഴ്സും ഡി സി വോൾട്ടേജ് സോഴ്സാണ്. ഡി സി വോൾട്ടേജ് സോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ട്രാൻസിസ്റ്ററിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി സി ഇ, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്. വി സി ഇയും കളക്ടർ കറൻറ്റ് ഐ സിയും എപ്പോഴും എന്തായിരിക്കും? ഡി സി കറൻ്റ് ആയിരിക്കും. നമ്മളിവിടെ എ സി ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഏത് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ? കളക്ടർ കറൻറ്റ് ഡി സി കളക്ടർ കറൻ്റ് ആയിരിക്കും. ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജും ഡി സി വോൾട്ടേജാണ്. ആ 2 വോൾട്ടേജും ഡിഫൈൻ ചെയ്യുന്ന പോയിൻ്റാണ് ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് വി സി സി ഡിവൈഡ് ബൈ ആർ സി എന്നുള്ള പോലെയാണ് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ഇതെല്ലാം റെസിസ്റ്ററും ആർ ബിയും ആർ സിയും എല്ലാം ഡിസൈൻ ചെയ്തതെങ്കിൽ ഒരിക്കലും അത് എവിടെ ഉണ്ടാവില്ല? ആക്റ്റീവ് റീജിയനിൽ ഉണ്ടാവില്ല. അത് എവിടെയായിരിക്കും ഉണ്ടാവുക? സാച്ചുറേഷൻ റീജിയനിലായിരിക്കും ഉണ്ടാവുക. ദെൻ വി സി ഐ സി എന്ന് പറയുന്നത് 0 ആണെന്നിരിക്കുക. ഐ സി 0 എപ്പോഴാണ് വരിക? ഐ ബി 0 ആകുന്ന സമയത്ത്. ഐ ബി 0 ആകുന്ന സമയത്ത് ഐ സി 0 ആയിരിക്കും. ഐ സി 0 ആകുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മൊത്തം ട്രാൻസിസ്റ്ററിന് അക്രോസ് ആണ് ഉണ്ടാവുന്നത്. ഏതാണ്? കട്ട് ഓഫ് റീജിയൻ ആയിരിക്കും. അന്നേരം ഈ 2 കണ്ടീഷനിലായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കില്ല? ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യില്ല. ഇനി നമ്മൾ എങ്ങനെ ഈ റെസിസ്റ്റർ ആർ സിയും ആർ ബിയും എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്? അന്നേരം ക്യൂ പോയിൻ്റ് എവിടെയായിരിക്കണം? ആക്റ്റീവ് റീജിയനിലായിരിക്കണം. ഇൻ ബിറ്റ്വീൻ സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ക്യൂ പോയിൻ്റ് എവിടെയായിരിക്കണം? ആക്റ്റീവ് റീജിയനിലായിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ക്യൂ പോയിൻ്റ് മിഡിൽ ഓഫ് ദ ആക്റ്റീവ് റീജിയനിലായിരിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് മിഡിൽ ഓഫ് ദ ആക്റ്റീവ് റീജിയനിലായിരിക്കണം എന്ന് പറയുന്നതും കൂടി നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വോൾട്ടേജ്, ഇനി നമ്മൾ ഡി സി പവർ സപ്ലൈ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ശരിക്ക് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ശരിക്കും ഡി സി മാത്രമല്ല കൊടുക്കുക. നമ്മൾ ശരിയായ സിഗ്നൽ എന്ന് പറയുന്നത് ഏതാണ്? എ സി സിഗ്നലാണ്. അതേസമയം ആംപ്ലിഫയർ, നമ്മളിപ്പോൾ ഒരു മൈക്കിൽ നിന്നുള്ള ഒരു സിഗ്നലാണ് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. മൈക്കിൽ നിന്നുള്ള സിഗ്നൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. മില്ലി വോൾട്ട് റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. 1 മില്ലി വോൾട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ CROയിലെല്ലാം കണ്ടതാണ് മില്ലി വോൾട്ട് റേഞ്ച്. മില്ലി വോൾട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കിയതാണ്. അന്നേരം ഈ മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറഞ്ഞ് ഒരു 1000 മില്ലി വോൾട്ട് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു വോൾട്ട് ആവുന്നുള്ളൂ. 1000 മില്ലി വോൾട്ട് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു വോൾട്ട് ആവുന്നുള്ളൂ. അതേപോലെ 1 വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ടൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് സ്പീക്കറിൽ, ഇപ്പോൾ നമ്മളെ ലൗഡ് സ്പീക്കറിൽ നല്ല ശബ്ദം കിട്ടുള്ളൂ. അന്നേരം ഈ മൈക്കിലുള്ള ഈ 1 മില്ലി വോൾട്ടിനെ നമ്മൾ എന്താക്കി മാറ്റണം? നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് വോൾട്ടേജ് ആക്കിയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അന്നേരം ശരിയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എ സി സിഗ്നലാണ്. പക്ഷെ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെന്താണ്? ട്രാൻസിസ്റ്ററിനെ ബയാസിങ് ചെയ്യുന്നതിന് ഡി സി പവർ സപ്ലൈ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നേരം എന്തിനാണ് ഡി സി പവർ സപ്ലൈ കൊടുക്കുന്നത്? എന്താണ് ഇതിൻ്റെ ആവശ്യം? എന്താണ് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ നമ്മൾ ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ ഒരു സർക്യൂട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാമ്പർ സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്. ക്ലാമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു കപ്പാസിറ്ററും ഒരു കപ്പാസിറ്റർ നമ്മൾ ഒരു ഡയോഡ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് കപ്പാസിറ്റർ വെച്ചിട്ട് കപ്പാസിറ്ററിന് ഫസ്റ്റ് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യും. പിന്നെ ആ കപ്പാസിറ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു വോൾട്ടേജ് സോഴ്സായിട്ട് ആക്ട് ചെയ്യും അല്ലേ? അതിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡി സി പവർ സപ്ലൈ. V2 എന്ന് പറയുന്നത് ഒരു ഡി സി പവർ സപ്ലൈ ആണ്. V1 എന്ന് പറയുന്നത് ഒരു എ സി പവർ സപ്ലൈ ആണ്. ഈ 2 പവർ സപ്ലൈയും നമ്മളൊരു റെസിസ്റ്ററിന് അക്രോസ് കണക്ട് ചെയ്യാന്നിരിക്കുക സീരീസ് ആയിട്ട്.
രണ്ട് പവർ സപ്ലൈയും കൂടി നമ്മൾ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററിന് അക്രോസ് കണക്ട് ചെയ്യാന്നിരിക്കുക. അന്നേരം ആക്ച്വലി ശരിക്ക് എന്താണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക? റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് എന്തൊക്കെ ഉണ്ടാവും? AC കറണ്ടും ഉണ്ടാവും, DC കറണ്ടും ഉണ്ടാവും. റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് AC കറണ്ടും ഉണ്ടാവും, DC കറണ്ടും ഉണ്ടാവും. അതുകൊണ്ട് റെസിസ്റ്ററിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജും രണ്ടും കൂടി ഉള്ള മിക്സ് ആയിരിക്കും. AC കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് AC വോൾട്ടേജും ഉണ്ടാവും, DC കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് DC വോൾട്ടേജും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് R1 എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ഉണ്ടാവുക. അന്നേരം എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അന്നേരം നമ്മൾ V1 എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങളെ നോട്ടിൽ എഴുതി വെക്കണം, ഇത് V1 എന്ന് പറയുന്നത് നമ്മൾ സപ്പോസ് ഒരു 3 വോൾട്ട് എടുക്കാമെന്നിരിക്കുക. വോൾട്ടേജിൻ്റെ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, കറണ്ടിൻ്റെ ഇതിലല്ല നമ്മളിപ്പോൾ പറയുന്നത്, വോൾട്ടേജിൻ്റെ ഇതായിട്ടാണ് പറയുന്നത്. V1 എന്ന് പറയുന്നത് ഒരു 3 വോൾട്ട്. ഓക്കെ. V2 എന്ന് പറയുന്നത് DC വോൾട്ടേജ് 3 വോൾട്ട്. ഒരൊറ്റ നേരെ കോൺസ്റ്റൻ്റ് ആയിട്ട്, DC വരക്കുന്നത് അറിയാലോ, DC എങ്ങനെയാണ് വരക്കുക? നേരെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും 3 വോൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. AC വോൾട്ടേജ് 3 വോൾട്ട് എന്ന് പറയുമ്പോൾ മാക്സിമം Vmax പോസിറ്റീവ് മാക്സിമം 3 വോൾട്ട് വരും, നെഗറ്റീവ് മാക്സിമം 3 വോൾട്ട് വരും. അന്നേരം അത് രണ്ടും നിങ്ങൾ വരക്കുക, ഒരിതിൽ വരക്കുക. ഓക്കെ. എങ്ങനെയാണ് വരക്കുന്നത്? മിനിറ്റ്, നമുക്ക് ഇതിൻ്റെ ബോർഡിൽ വരക്കുന്നേരം എങ്ങനെയാണ് വരിക നോക്കുക. ഇതിൽ നമ്മൾ വരക്കുകയാണെങ്കിൽ ഫസ്റ്റ് DC വോൾട്ടേജ് വരക്കേണ്ടത് ഒരൊറ്റ ലൈന് 3 വോൾട്ടിൻ്റെ. ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് കാണില്ലെങ്കിലും നിങ്ങൾ വരക്കുന്നതിന് കറക്റ്റായിട്ട് വരക്കുക. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും DC ലോഡ് ലൈൻ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതും വരക്കാൻ ശ്രമിക്കണം. 3 വോൾട്ട് DC വോൾട്ടേജ്. അതേപോലെ തന്നെ നമുക്ക് 3 വോൾട്ട് വെച്ചിട്ടുള്ള AC വോൾട്ടേജും വരക്കാൻ പറ്റും. AC വോൾട്ടേജ് വരക്കുന്നേരം 0 സിഗ്നൽ, റെഫറൻസ് ലൈന് 0, ദെൻ AC വോൾട്ടേജ് വരക്കുന്നേരം പോസിറ്റീവ് സിഗ്നൽ, ദെൻ നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്, ഇങ്ങനെ വരും. ഓക്കെ. അന്നേരം പോസിറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് 3 വോൾട്ട്, ദെൻ നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് താഴോട്ടേക്ക് നെഗറ്റീവ് 3 വോൾട്ട് ഉണ്ടാവും. ഈ രണ്ട് വോൾട്ടേജാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്, 3 വോൾട്ട് DC വോൾട്ടേജും പോസിറ്റീവ്. ഈ രണ്ട് വോൾട്ടേജും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരാൻ നോക്കാം. ഔട്ട്പുട്ടിൽ വരുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇൻസ്റ്റൻറ്റാനിയസ് ആയിട്ട് ACൻ്റെ കൂടെ ഏതും കൂടി ആഡ് ചെയ്യും, 3 വോൾട്ടും കൂടി ആഡ് ചെയ്യും. അന്നേരം എന്താ വരിക? ഇൻസ്റ്റൻ്റായിട്ട് 3 വോൾട്ടും കൂടി ആഡ് ചെയ്യുന്നേരം 0ൻ്റെ കൂടെ 3 വോൾട്ട് ആഡ് ചെയ്താൽ എന്താ വരിക? 3 വോൾട്ട് വരും. അന്നേരം 3 വോൾട്ടാണ് 0ന് പകരം വരിക. ഓക്കെ. മാക്സിമം ACൻ്റെ മാക്സിമം വോൾട്ടേജ് എത്രയായിരുന്നു? 3 വോൾട്ടാണ് അല്ലേ? അന്നേരം ആ 3 വോൾട്ടിൻ്റെ കൂടെ 3 വോൾട്ട് ആഡ് ചെയ്താൽ 6 വോൾട്ട് വരും. അന്നേരം മാക്സിമം എത്രയാണ്? 6 വോൾട്ട്. മാക്സിമം 6 വോൾട്ട് വരും. അഗെയിൻ കുറഞ്ഞ് 0 ആകുന്നില്ലേ? 0 ആകുന്നേരം പിന്നെയും 3 വോൾട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തത്? -3 വോൾട്ടാണ് വരുന്നത് അല്ലേ? -3 വോൾട്ട് വരുന്നേരം -3 വോൾട്ടും 3 വോൾട്ടും കൂടി ആഡ് ചെയ്യുന്നേരം എത്ര വരും? +3 വോൾട്ട് വരും. പിന്നെ എന്താണ് വരുന്നത്? 0 വോൾട്ട്. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? വേവ് ഫോം കിട്ടുക. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്ന വേവ് ഫോം എന്ന് പറയുന്നത് നേരത്തെ വേവ് ഫോമിൻ്റെ അതേ ഷേപ്പ് തന്നെ. പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ 0 വോൾട്ടിലാണ് വരച്ചെങ്കിൽ ഇപ്പോൾ എവിടെയാണ് വരച്ചിരിക്കുന്നത്? 3 വോൾട്ടിന് അനുസരിച്ചിട്ടാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. 3 വോൾട്ടിൽ നിന്നാണ് മേലോട്ടേക്ക് കൂടുകയും ചെയ്യുന്നത്, 3 വോൾട്ടിൽ നിന്നാണ് താഴേക്ക് പോവുകയും ചെയ്യുന്നത്. അന്നേരം ഇതെന്ന് പറയുന്നത് 0 വോൾട്ട് ആയിരിക്കും. 0 വോൾട്ട്. അന്നേരം അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അന്നേരം ഒരു AC വോൾട്ടേജും ഒരു DC വോൾട്ടേജും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ എഫക്റ്റ് എന്താണ് ചെയ്യുന്നത്? ഈ സംഭവം ഈ AC വോൾട്ടേജ് മേലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. മേലേക്ക് പോയിട്ട് എവിടെ പോയി നിൽക്കും? 3 വോൾട്ടിൽ അത് പോയി നിൽക്കും. അന്നേരം 3 വോൾട്ടിൽ പോയി നിൽക്കുന്നേരം ശരിക്കും നമ്മളത് ക്ലാമ്പ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതിന് ക്ലാമ്പർ എന്നുള്ള പേര് വന്നത്, ക്ലാമ്പിങ് വോൾട്ടേജിൽ. ഇവിടെ ക്ലാമ്പർ ഒരു എക്സാമ്പിളാണ്. ക്ലാമ്പറിലെ പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അന്നേരം ശരിക്കും എന്താണ് വരുന്നത്? ഒരു DC വോൾട്ടേജിൽ നിന്നാണ് ആ ചേഞ്ച് വരുന്നത്. 0 വോൾട്ടേജിൽ നിന്ന് ചേഞ്ച് വരുന്നതാണ് ശരിക്കും AC സിഗ്നൽ എന്ന് പറയുന്നത്. അന്നേരം DCയും കൂടി വരുന്നേരം ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? എത്ര DC വോൾട്ടേജ് ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ 3 വോൾട്ട് കൊടുത്തേരം 3 വോൾട്ടിൽ നിന്ന് മുകളിലോട്ടേക്ക് 3 വോൾട്ടും താഴേക്ക് 3 വോൾട്ടും ചേഞ്ച് ചെയ്തു.
ഇപ്പോൾ നമ്മൾ 2 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 2 വോൾട്ടും 3 വോൾട്ടും ആണ് വന്നിരിക്കുക. 2 വോൾട്ട് DC വോൾട്ടേജും 3 വോൾട്ടിൻ്റെ AC വോൾട്ടേജും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 2 വോൾട്ട് DC വോൾട്ടേജിൽ നിന്ന് 2 വോൾട്ടിൽ നിന്ന് 2 വോൾട്ടിനേക്കാളും 3 വോൾട്ട് കൂടുക, ദെൻ 2 വോൾട്ടിൽ നിന്ന് 3 വോൾട്ട് കുറയുകയും ചെയ്യും. അങ്ങനെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഇത് സിഗ്നൽ ഔട്ട്പുട്ടിൽ കിട്ടുക. ദെൻ ആ സർക്യൂട്ടാണ് നമുക്ക് നോക്കിയത്. ഔട്ട്പുട്ട് നോക്കിയാൽ ഔട്ട്പുട്ടിൽ കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പം 2 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, 3 വോൾട്ടും 3 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും സംഭവിക്കുന്നത് ഇതാണ്, മനസ്സിലാകുന്നത് കാണുന്നില്ലേ? പച്ച കളറിലുള്ളത് ഇൻപുട്ട് വോൾട്ടേജും നീല കളറിലുള്ളത് ഔട്ട്പുട്ട് വോൾട്ടേജ്. നേരെ പച്ച കളറിലുള്ളത് താഴെയാണ്, 0 എന്നാണ് അത് ചേഞ്ച് ചെയ്യുന്നത്, 0 വോൾട്ടേജിനാണ് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നീല കളറിൽ കുറച്ചും കൂടി മേലേക്ക് പൊന്തിപ്പോയി. കാരണം എന്തുകൊണ്ടാണ്? ഈ DC വോൾട്ടേജിൻ്റെ എഫക്റ്റാണത് അല്ലേ? DC വോൾട്ടേജ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ശരിക്കും 0 വോൾട്ടിൽ നിന്ന് അത് മേലേക്ക് പോവാണ് ചെയ്യുന്നത്. നേരം ഒരു AC വോൾട്ടേജും ഒരു DC വോൾട്ടേജും കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും 0 വോൾട്ട് ആവുന്നില്ല ഇൻപുട്ടിൽ. നമ്മൾ ഇൻപുട്ടിൽ ഇപ്പം ബേസിലേക്ക് നമ്മൾ AC വോൾട്ടേജും ഒരു DC വോൾട്ടേജും കൊടുക്കുകയാണെന്നിരിക്കാം. AC വോൾട്ടേജ് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് 0 ആയി പോവില്ലേ? അതേസമയം നമ്മൾ DCയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും വേവ് ഫോമിൽ ഒരു 0 വോൾട്ടേജ് എന്ന് പറഞ്ഞ് ഇത് വരില്ല. എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ എപ്പോഴും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. നേരെ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ട്രാൻസിസ്റ്റർ ഇടയ്ക്ക് കണ്ടക്ട് ചെയ്തു, ഇടയ്ക്ക് കണ്ടക്ട് ചെയ്തില്ല എന്നുള്ള ഒരവസ്ഥയാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നോക്കാം. നേരെ ഇപ്പോൾ ഓക്കെ, ഈ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ക്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്താ ചെയ്യുന്നത്, സാച്ചുറേഷൻ റീജിയനിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാച്ചുറേഷൻ റീജിയനിലാണ് ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്തതെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഇവിടെ ആയിരിക്കും ആ റീജിയൻ ഉണ്ടാവുക. നമ്മൾ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് DC വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. നേരെ DC വോൾട്ടേജ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ DC കറൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം 6 മില്ലി ആംപിയർ ആണെന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു 5 മില്ലി ആംപിയർ ആണ് DC കറൻറ്റ് എന്ന് വിചാരിക്കുക. DC മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന കറൻറ്റ് എത്രയാണ്? 5 മില്ലി ആംപിയർ അല്ലെങ്കിൽ 6 മില്ലി ആംപിയർ. അന്നേരമാണല്ലോ സാച്ചുറേഷൻ റീജിയൻ്റെ അടുത്തെത്തുക. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു ഇൻപുട്ട് സിഗ്നലും കൂടി കൊടുക്കുകയാണ്, AC സിഗ്നലും കൂടിയും കൊടുക്കുകയാണ്. നേരെ അതിൻ്റെ കൂടി എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. നേരെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബേസ് കറണ്ട് ഉണ്ടാവും, ഒരു മില്ലി ആംപിയർ റേഞ്ചിലൊരു മൈക്രോ ആംപിയർ റേഞ്ചിലൊരു ബേസ് കറണ്ട് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കലക്ടർ കറണ്ട് ഒരു മില്ലി ആംപിയർ റേഞ്ചിലുണ്ടാവുന്നതായിരിക്കാം. നേരെ ഇപ്പോൾ സപ്പോസ് ഞാനൊരു 5 മില്ലി ആംപിയർ വെച്ചിട്ടാണ് DC കറണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ റീജിയനിലാണ് ക്യൂ പോയിൻ്റ് എന്ന് വിചാരിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്ന AC സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോസ് 2 മില്ലി ആംപിയറും കൂടി വന്നു എന്നിരിക്കാം. ശരിക്കും നമ്മൾ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എത്രയാണ്? 6 മില്ലി ആംപിയർ ആണ് അല്ലേ? ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 6 മില്ലി ആംപിയർ ആണ്. അന്നേരം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന DC 5 മില്ലി ആംപിയർ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ എത്രയും കൂടി വന്നു? 2 മില്ലി ആംപിയറും കൂടി വന്നു. അങ്ങനെ ആവുന്നേരം എന്ത് ചെയ്യും? 7 മില്ലി ആംപിയർ ആയിപ്പോവും. നേരം ട്രാൻസിസ്റ്റർ ആ സർക്യൂട്ടിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നേരം 7 മില്ലി ആംപിയർ ഫ്ലോ ചെയ്യാണ്ട് നേരം എന്താ സംഭവിക്കുക? ഒരു പാർട്ട് കട്ടായി പോകും. നേരം ഒരു പാർട്ട് കട്ടായി പോകുന്നേരം ഇൻ എഫക്റ്റ് ശരിക്കും എന്താ ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ നോക്കിയേ, ഔട്ട്പുട്ട് വോൾട്ടേജിന് എന്താ സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കലക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ആണ്. നേരെ കലക്ടർ ടു എമിറ്റർ വോൾട്ടേജ് 0-നേക്കാളും അപ്പുറത്തേക്ക് കടന്നു പോവുക, 0-നേക്കാളും നെഗറ്റീവ് വാല്യൂവിലേക്ക് കടന്നു പോവുക. അങ്ങനെ ഒരു ഇത് നമുക്കൊരിക്കലും ഈ സർക്യൂട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരിക്കലും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യില്ല. ഈ 0-നേക്കാളും അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ മാക്സിമം കറൻറ്റിനേക്കാളും അപ്പുറത്തേക്ക് പോകണം ചെയ്യുന്നത്. അന്നേരം എന്താ ചെയ്യുന്നത്? കട്ടായി പോകും. നമ്മളെ ക്ലിപ്പറിലെല്ലാം ഉള്ളതുപോലെ എന്താ ചെയ്യുന്നത്? ട്രാൻസിസ്റ്ററിൻ്റെ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് കട്ടായി പോകും.
കട്ടായി പോകുന്ന നേരം ഇൻപുട്ട് വോൾട്ടേജ് പോലെ ആയിരിക്കില്ല, പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവുക, നേരം ഡിസ്റ്റോർട്ടഡായി നമുക്ക് നോയ്സ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. നേരം ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു മ്യൂസിക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് നോയ്സ് ആയിരിക്കും. അതാണ് സാച്ചുറേഷൻ പോയിൻറ്റിൽ നമ്മൾ ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഇനി ക്യൂ പോയിൻ്റിന് നമുക്ക് കട്ട് ഓഫ് പോയിൻറ്റിൻ്റെ അടുത്താണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. കട്ട് ഓഫ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? IC 0. ഇനി IC ഒരു 1 മില്ലി ആംപിയർ, IC 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ നിയർ ടു കട്ട് ഓഫ് ആണ് അല്ലേ? അങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്നിരിക്കാം. 1 മില്ലി ആംപിയറിൻ്റെ അടുത്താണ് IC വെക്കുന്നതെന്നിരിക്കാം. ഇനി ഈ IC 1 മില്ലി ആംപിയർ ആയിക്കഴിഞ്ഞു, ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു AC ഫോളോ ചെയ്യുമല്ലോ. IC തന്നെ 2 എണ്ണം ഉണ്ടാവും. ആ സമയത്ത് DC കളക്ടർ കറൻറ്റും ഉണ്ടാവും, AC കളക്ടർ കറൻറ്റും ഉണ്ടാവും. അന്നേരം ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് DC കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ ആണ്. അതിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു ഇതിന് AC സിഗ്നലിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട് അല്ലേ? അന്നേരം ACൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നെഗറ്റീവ് 2 മില്ലി ആംപിയർ ആയിപ്പോയി എന്ന് വരിക. നെഗറ്റീവ് 2 മില്ലി ആംപിയറും നമ്മൾ കൊടുത്തിരിക്കുന്ന കറൻറ്റ് എന്ന് പറയുന്നത് 1 മില്ലി ആംപിയറും ആണെങ്കിൽ ഫ്ലോ ചെയ്യാൻ ചാൻസ് നെഗറ്റീവ് വാല്യൂ ഓഫ് കളക്ടർ കറൻറ്റാണ്. അതൊരിക്കലും നടക്കില്ല. ട്രാൻസിസ്റ്റർ അന്നേരത്തേക്ക് എന്തിലേക്ക് പോവും? കട്ട് ഓഫ് ആയി പോവും, കണ്ടക്ട് ചെയ്യാണ്ടായി പോവും. ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആ ടൈമിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ല. നേരെ എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പം അന്നേരം ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവിൻ്റെ ഒരു പാർട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാണ്ടായി പോകും. നേരത്തെ സാച്ചുറേഷൻ റീജിയനിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താണ്? നെഗറ്റീവ് പോർഷൻ്റെ ഒരു പോർഷൻ കിട്ടാതായി പോകും. അതേസമയം ക്യൂ പോയിൻ്റ് നമ്മൾ നിയർ ടു കട്ട് ഓഫിലാണ് വെക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവ് പോർഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാണ്ടായി പോകും. അന്നേരം അവിടെ എന്ത് നടക്കുന്നു? ഡിസ്റ്റോർഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ടൈമിൽ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യാണ്ടായി പോകും. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ AC സിഗ്നൽ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ എന്ത് വരുന്നില്ല? AC സിഗ്നൽ ഉണ്ടാവുന്നില്ല. അന്നേരം ആ സമയം നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു നോയ്സ് ആയിരിക്കും കിട്ടുക. ഇനി ഇതൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ക്യൂ പോയിൻ്റ് 2 സ്ഥലത്താണ് ഫിക്സ് ചെയ്തത്, സാച്ചുറേഷനിലും കട്ട് ഓഫിൻ്റെ അടുത്താണ്. ഇനി ക്യൂ പോയിൻ്റ് നടുക്ക് ഫിക്സ് ചെയ്യാണ്. ഈ DC ലോഡ് ലൈനിൻ്റെ നടുക്ക് ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യാണ്. ഈ നടുക്ക് ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള കളക്ടർ കറൻറ്റ് എന്തായിരിക്കും? നമ്മൾ ഡിസൈൻ ചെയ്ത സർക്യൂട്ട് പ്രകാരം നടുക്കാണ് ക്യൂ പോയിൻ്റ് എന്നിരിക്കാം. ആ സമയത്തുള്ള കളക്ടർ കറൻറ്റ് എന്തായിരിക്കും? ആ സമയത്തുള്ള കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എന്തായിരിക്കും? നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ, അതൊന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്കറിയാം മാക്സിമം കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് 6 മില്ലി ആംപിയർ ആണ്. നമ്മളെടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ മാക്സിമം കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 6 മില്ലി ആംപിയർ ആണ്. ഇനി നമ്മളെടുത്തിരിക്കുന്ന VC മാക്സിമം എന്ന് പറയുന്നത് VCC ആണ്. VCC എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്? 12 വോൾട്ട്. നേരെ 12 വോൾട്ടും 6 മില്ലി ആംപിയറും ആണ് മാക്സിമം VC മാക്സും IC മാക്സും വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പകുതി ആവുന്നേരമാണ് എവിടെ ക്യൂ പോയിൻ്റ് വരിക? ലോഡ് ലൈനിൻ്റെ മിഡിലിൽ ക്യൂ പോയിൻ്റ് വരിക. നേരം IC മാക്സിൻ്റെ പകുതി, IC മാക്സിമം എത്രയാണ്? 6 മില്ലി ആംപിയർ. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 മില്ലി ആംപിയർ ആയിരിക്കും. ദെൻ VC മാക്സ് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് വരിക? 6 വോൾട്ട്. നേരം ആ 6 വോൾട്ടും 3 മില്ലി ആംപിയറും വരുവാണെങ്കിൽ ക്യൂ പോയിൻ്റ് എവിടെയാണ് ഉണ്ടാവുക? DC ലോഡ് ലൈനിൻ്റെ പകുതി നടുക്കായിരിക്കും ഉണ്ടാവുക. അന്നേരം ഈ ക്യൂ പോയിൻ്റ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ DC കറൻറ്റ് 3 മില്ലി ആംപിയറും കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് 6 വോൾട്ടും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻപുട്ടിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അന്നേരം ഇൻപുട്ടിൽ നമ്മളൊരു AC സിഗ്നൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ AC സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നോക്കാം. നമ്മളിപ്പം അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് കളക്ടർ കറൻറ്റ് മാക്സിമം വരുന്നത് 3 മില്ലി ആംപിയർ ആണെന്നിരിക്കാം.
മാക്സിമം വരുന്നത് 3 മില്ലി ആംപിയർ. മാക്സിമം എ സി കറണ്ട് ആണെങ്കിൽ മാക്സിമം 3 മില്ലി ആംപിയർ പോസിറ്റീവ്, 3 മില്ലി ആംപിയർ നെഗറ്റീവ്, 3 മില്ലി ആംപിയർ പോകുന്നു എന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 3 മില്ലി ആംപിയർ മേലേക്ക് പോകുന്നേരം മാക്സിമം കറണ്ട് എത്രയാണ് വരിക? ഓൾറെഡി 3 മില്ലി ആംപിയർ ഡി സി കറണ്ട് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന എ സി 3 മില്ലി ആംപിയറും കൂടിയും വരുന്നേരം ടോട്ടൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 6 മില്ലി ആംപിയർ. പുറത്ത് പോയിട്ടില്ല, സാച്ചുറേഷൻ്റെ മാക്സിമം ആയിക്കഴിഞ്ഞു. ഇനി നെഗറ്റീവ് 3 മില്ലി ആംപിയർ ആണെങ്കിൽ എന്താ വരിക? നെഗറ്റീവ് 3 മില്ലി ആംപിയറും 3 മില്ലി ആംപിയറും കൂടി കൂട്ടിയാൽ 0 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് വരെ അല്ലേ? കട്ട് ഓഫ് വരെ എത്തി, അവിടുത്തെ വരെ. അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ വോൾട്ടേജ് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ സാച്ചുറേഷൻ റീജിയനിലാണ് കൊണ്ടുവച്ചെങ്കിൽ നമുക്കും ഇതേപോലെ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഇതെന്തായിരിക്കും? ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. ആംപ്ലിഫിക്കേഷൻ അവിടെ നടന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം നമുക്ക് നല്ലൊരു ആംപ്ലിഫിക്കേഷൻ വരുന്നേരത്തേക്ക് അതെന്ത് ചെയ്യും? രണ്ട് ഭാഗവും കട്ട് ചെയ്ത് പോയിട്ടുണ്ടാകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതേസമയം നമ്മൾ ക്യൂ പോയിൻ്റ് ലോട്ട് ലൈൻ്റെ മിഡിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം സ്വിങ് കിട്ടും. മാക്സിമം സ്വിങ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിഫിക്കേഷൻ നടക്കുക ക്യൂ പോയിൻ്റ് എവിടെ വെക്കുന്നവരാണ്? ആക്റ്റീവ് റീജിയനിൽ വെക്കുന്നവരാണ്. അതേസമയം ക്യൂ പോയിൻ്റ് നമ്മൾ സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലാണ് വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പോൾ 100 ടൈംസ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം ഒരു പോയിൻ്റ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് പറഞ്ഞാൽ 1 or 2 അത്രയ്ക്കേ നടക്കാൻ ചാൻസ് ഉള്ളൂ. അതിലും കൂടുതൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? സിഗ്നൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അന്നേരം ക്യൂ പോയിൻ്റ് ലോഡ് ലൈനിൻ്റെ മിഡിലിൽ വെക്കണം എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ ഇപ്പം. എന്തുകൊണ്ടാണ്? അല്ല അതർവൈസ് എന്താണ് സംഭവിക്കുക? സാച്ചുറേഷൻ റീജിയനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നേരം എന്ത് ചെയ്യും? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ട് ചെയ്ത് പോവും. ഈ ക്യൂ പോയിൻ്റ് കട്ട് ഓഫ് റീജിയനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കട്ട് ചെയ്യും. എന്നിട്ട് ഡി സി ബയാസിങ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഡി സി കളക്ടർ കറൻറ്റും ഡി സി കളക്ടർ ടു എമിറ്റർ വോൾട്ടേജും എങ്ങനെയായിരിക്കണം? ഡി സി കളക്ടർ കറൻറ്റും ഡി സി കളക്ടർ ടു എമിറ്റർ വോൾട്ടേജും ക്യൂ പോയിൻ്റ് വരുന്നത് ലോഡ് ലൈനിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധത്തിലായിരിക്കണം ഡി സി കളക്ടർ കറൻറ്റും ഡി സി കളക്ടർ ടു എമിറ്റർ വോൾട്ടേജും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. നേരെ ബയാസിങ് കൊടുക്കുക മാത്രം ചെയ്താൽ പോരാ, നമ്മളവിടെ ഡിസൈൻ ചെയ്യണം. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്? റെസിസ്റ്റേഴ്സ്, കളക്ടർ റെസിസ്റ്റേഴ്സ് ആൻഡ് ബേസ് റെസിസ്റ്റേഴ്സ് are designed in such a way that എന്താണ് ക്യൂ പോയിൻ്റ് ഈസ് ഫിക്സ്ഡ് ഓർ ലൊക്കേറ്റഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദി ലോഡ് ലൈൻ. ലോഡ് ലൈനിൻ്റെ മിഡിലായിരിക്കണം ക്യൂ പോയിൻ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും വി സി സിയും ആർ സിയും ആർ ബിൻ്റെ എല്ലാം വാല്യൂ ഫിക്സ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്യൂ പോയിൻ്റ് ഒരു ലോഡ് ലൈനിൻ്റെ മിഡിലായിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തുണ്ടാകുന്ന കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം കളക്ടർ കറൻറ്റിൻ്റെ പകുതിയായിരിക്കും. അതുപോലെ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എന്തായിരിക്കും? മാക്സിമം വോൾട്ടേജിൻ്റെ പകുതിയായിരിക്കും. അതായത് നമ്മളിത് ലാബിലിപ്പോൾ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നേരം നമ്മൾ ഈ വോൾട്ടേജാണ് എടുക്കുക, ഈ ഒരു കണ്ടീഷനാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. നേരെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഐ സി മാക്സിമത്തിൻ്റെ പകുതിയായിട്ട് എടുക്കും. അതുപോലെ തന്നെ വി സി ഇ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എത്രയായിട്ടാണ് എടുക്കുക? വി സി സിൻ്റെ പകുതിയായിട്ടാണ് എടുക്കുക. അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഡിസൈൻ ചെയ്യുന്നത്. നേരെ വി സി സി ഡിവൈഡ് ബൈ 2 ആണ് എവിടെ വരുന്നത്? വി സി മാക്സ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വോൾട്ടേജ് എവിടെയായിരിക്കും ഉണ്ടാവുക? എന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 12 വോൾട്ട്. ആ 12 വോൾട്ടിൽ ട്രാൻസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്നത് എത്ര വോൾട്ടേജാണ്? വി സി സി ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 6 വോൾട്ട്. ബാക്കി വോൾട്ടേജ് എവിടെയുള്ളത്? ബാക്കി എവിടെയായിരിക്കും ഡ്രോപ്പ് ചെയ്യുക? കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് എവിടെയാണ് ഡ്രോപ്പ് ചെയ്യുക? റെസിസ്റ്ററിന് അക്രോസ്, കളക്ടർ റെസിസ്റ്ററിന് അക്രോസ് എന്ന് പറഞ്ഞാൽ ആർ സിക്ക് അക്രോസ്. ആ ആർ സിക്ക് അക്രോസ് ആ സമയത്ത് എത്ര വോൾട്ടേജ് ഉണ്ടാവും? വി ആർ സി ഈക്വൽ ടു 6 വോൾട്ട് ആയിരിക്കും. നേരെ ആ വി ആർ സി ഈക്വൽ ടു 6 വോൾട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ,
അന്നേരം ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. ബയാസിങ് എന്നുദ്ദേശിക്കുന്നത് എന്താണ്? പ്രോപ്പർ DC വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രാൻസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുന്നു. അന്നേരം എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആക്ച്വലി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയിരിക്കണം. എപ്പോഴും എന്തായിരിക്കണം? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കണം. ഒരിക്കലും അത് കട്ട് ഓഫിലോ സാച്ചുറേഷനിലോ ഒരിക്കലും പോകാൻ പാടില്ല. അതേപോലെ കലക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം? റിവേഴ്സ് ബയാസിലായിരിക്കണം. കലക്ടർ ബേസ് ജംഗ്ഷനിലുള്ള വോൾട്ടേജ് എമിറ്റർ ബേസ് ജംഗ്ഷനിലുള്ള വോൾട്ടേജിനേക്കാളും കലക്ടറിൽ വിത്ത് റെസ്പെക്റ്റ് ടു ബേസ് കലക്ടർ വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ്ലി ഹൈ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ഈ ആക്റ്റീവ് റീജിയനിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ DC സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇൻപുട്ടിൽ AC മാത്രം കൊടുത്താൽ പോരാ, എന്തും കൂടി കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അഡീഷണൽ നമുക്കൊരു DC സപ്ലൈയും കൂടി ഇൻപുട്ടിനക്രോസും ഔട്ട്പുട്ടിനക്രോസും വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അന്നേരം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? എന്താണ് ബയാസിങ്ങിൻ്റെ ആവശ്യകത? നീഡ് ഫോർ ബയാസിങ് എന്താണ്? അന്നേരം ഒരു ബയാസിങ് സർക്യൂട്ട് എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഒരു ബയാസിങ് സർക്യൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എമിറ്റർ ടു ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസ് ആക്കി വെക്കും. എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ അക്രോസുള്ള വോൾട്ടേജ് എപ്പോഴും 0.7 വോൾട്ടേജ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, AC സിഗ്നൽ ഇപ്പോൾ മൈക്കിൽ നിന്ന് വരുന്ന ഒരു AC സിഗ്നൽ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മൈക്കിൽ നിന്നുള്ള സിഗ്നൽ മെഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മില്ലി വോൾട്ട് റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. മില്ലി വോൾട്ട് എന്ന് പറയുന്ന നേരം 0.001 വോൾട്ടേ വരുന്നുള്ളൂ. എപ്പോഴെങ്കിലും ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുമോ? അത് മാത്രം കൊടുത്താൽ ഇല്ല, ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യില്ല ഒരിക്കലും, അല്ലേ? പക്ഷേ നമുക്ക് ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്തായിരിക്കണം? ഫോർവേഡ് ബയസ് ആയിരിക്കണം, ആക്റ്റീവ് റീജിയനിലായിരിക്കണം, എപ്പോഴും അത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയിട്ട് ഒരിക്കലും പോകരുത്, കട്ട് ചെയ്ത് പോകരുത്, കണ്ടക്ട് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ വെറും AC സിഗ്നൽ മാത്രം കൊടുത്താൽ ഈ സംഭവം നടക്കില്ല. അങ്ങനെ ആവുന്നേരം നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ഒരു DC വോൾട്ടേജ്, ഇത് എപ്പോഴും ഒരു 0.7 വോൾട്ടേജ് കിട്ടുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു DC വോൾട്ടേജും കൂടി അപ്ലൈ ചെയ്യുക. അതാണ് ശരിക്കും കറക്റ്റായിട്ട് ഇതിൽ ചെയ്യുന്നത്. അന്നേരം നമുക്ക് വരുന്ന ഇതൊക്കെയാണ്. ഒന്ന് എന്താണ്? മില്ലി വോൾട്ട് റേഞ്ചിലാവുന്നേരം ഒരിക്കലും ട്രാൻസിസ്റ്റർ ഓൺ ആവില്ല. ഇറ്റ് വിൽ നോട്ട് സഫിഷ്യൻറ്റ് ഫോർ ടേൺ ഓൺ ട്രാൻസിസ്റ്റർ. സോ അഡീഷണൽ DC ബയാസിങ് ഈസ് നീഡഡ്. പിന്നെ വരുന്നത് എന്താണ്? AC സിഗ്നൽ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, if AC signal alone applied to a transistor, a zero signal transistor does not conduct. നമുക്കറിയാം AC എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പോസിറ്റീവ് ഹൗസ് സൈക്കിളുണ്ട്. പോസിറ്റീവ് ഹൗസ് സൈക്കിളിൽ സപ്പോസ് നമ്മളിപ്പോൾ 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലുള്ള കുറച്ച് കൂടുതലുള്ള വോൾട്ടേജാണ് കൊടുക്കുന്നതെന്നിരിക്കുക. നേരെ പോസിറ്റീവ് 0.7, നെഗറ്റീവ് 0.7 വരും, അല്ലേ? അങ്ങനെ ആകുന്നേരം നമുക്ക് എന്ത് ചെയ്യും? ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും പോസിറ്റീവ് ഹൗസ് സൈക്കിളിൽ. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സീറോയിൽ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നതിൽ ഓക്കെ, നമുക്ക് ഔട്ട്പുട്ടിൽ 0 മതി. പോസിറ്റീവ് വോൾട്ടേജ് 0 വരുന്നേരം 0 തന്നെ മതി ഔട്ട്പുട്ടിൽ. ഇനി നെഗറ്റീവ് ഹൗസ് സൈക്കിൾ വരുവാന്നിരിക്കുക ഇൻപുട്ടിൽ. നെഗറ്റീവ് ഹൗസ് സൈക്കിൾ വരുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ട്രാൻസിസ്റ്ററിന് സഫിഷ്യൻറ്റ് വോൾട്ടേജ് കിട്ടുന്നില്ല കണ്ടക്ട് ചെയ്യാൻ. അന്നേരം എന്ത് ചെയ്യും? ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയി പോകും. അന്നേരം ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആകുന്ന സമയത്ത് ഇൻപുട്ടിൽ നെഗറ്റീവ് സിഗ്നൽ ഉണ്ട്, പക്ഷേ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്തില്ല. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യാണ്ടിരിക്കുന്ന നേരം ഈ ഇൻപുട്ടിലുണ്ടാവുന്ന ഈ ചേഞ്ച് ഔട്ട്പുട്ടിലേക്ക് എപ്പോഴെങ്കിലും വരുമോ? ഒരിക്കലും വരില്ല. അതുകൊണ്ട് നമുക്ക് ഇൻപുട്ടിലുള്ള ചേഞ്ച് ഔട്ട്പുട്ടിലേക്കും വരണമെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു വോൾട്ടേജിൽ നിന്ന് അത് കൂടുകയും കുറയുകയും ചെയ്യുകയാണെങ്കിൽ, എപ്പോഴും ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? AC സിഗ്നലായിട്ട് കിട്ടും. അന്നേരം എന്ത് ചെയ്യണം? നമ്മൾ അഡീഷണൽ DC വോൾട്ടേജ് കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഈ AC സിഗ്നലിനെ 0 നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും ആക്കുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യും? ഈ സിഗ്നലിനെ മേലോട്ട് ഉയർത്തി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? 0-നേക്കാളും മുകളിലുള്ള വോൾട്ടേജ് ആക്കി മാറ്റും. അന്നേരം എന്ത് ചെയ്യുക? നെഗറ്റീവ് ഹൗസ് സൈക്കിൾ വരുന്നേരം ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. ഓക്കെ. അന്നേരം നീഡ് ഫോർ ബയാസിങ് എല്ലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ബയാസിങ്ങിൻ്റെ ആവശ്യകത? അന്നേരം നമ്മൾ എഴുതേണ്ടത് ഈ പോയിൻറ്റ്സ് ആണ്.
we should ensure that proper DC collector current and DC collector to emitter voltage is flows through the transistor, since the transistor should operate in active region. Another appropriate DC current and DC voltage are given through BJT by an external source so that BJT operates in active region. ആക്റ്റീവ് റീജിയനിലാണെന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DC ബയാസിങ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ എന്താ സംഭവിക്കുക? സൂപ്പർ ഇമ്പോസ് ദ AC സിഗ്നൽ ടു ബി ആംപ്ലിഫൈഡ് ഓൺ DCയിലേക്ക് എന്ത് ചെയ്യും? സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് AC സിഗ്നൽ വരും. സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 വോൾട്ടിലുള്ള AC ചേഞ്ച് ചെയ്യുന്നതിന് പകരം DC ഇപ്പം നമ്മൾ 3 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 3 വോൾട്ടിൽ നിന്ന് മേലോട്ടേക്കും താഴോട്ടേക്കും വരുന്ന വിധത്തിൽ വരും. ദെൻ ദിസ് പ്രോബ്ലം ക്യാൻ ബി അവോയ്ഡ്. അന്നേരം എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു പോർഷൻ കട്ട് ചെയ്ത് പോകുന്ന പോർഷൻ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് എന്താണ്? എപ്പോഴും ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലായിട്ട് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസിലായിട്ടും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസായിട്ടും വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് നീഡ് ഫോർ ബയാസിങ് എന്ന് പറയുന്നത്. നീഡ് ഫോർ ബയാസിങ്ങിൽ നമുക്ക് ഒന്നെന്താണ്? എമിറ്റർ ബേസ് ജംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് 0.7 വോൾട്ടേജ് ആക്കിയിട്ട് വെക്കും. ദെൻ കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കിയിട്ട് വെക്കും. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ചുരുക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? നേരം ബയാസിങ് എന്തിനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ബയാസിങ് ശരിക്കും എന്താണ് ചെയ്യുന്നത്? ഇറ്റ് എൻഷുർ പ്രോപ്പർ DC കളക്ടർ കറൻറ്റ് ആൻഡ് DC കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്. അത് എന്താണ്? DC നമുക്ക് ക്യൂ പോയിൻ്റ് സെൻറ്ററിൽ വെക്കാനുള്ള ആവശ്യമുള്ള DC കളക്ടർ കറൻറ്റും DC കളക്ടർ ടു എമിറ്റർ വോൾട്ടേജും അത് ഉറപ്പ് തരുകയാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് ദ ക്യൂ പോയിൻ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ലോഡ് ലൈൻ. ലോഡ് ലൈനിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന വിധത്തിൽ നമുക്ക് എന്താണ് ചെയ്യുന്നത്? DC കളക്ടർ കറൻറ്റും DC കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് പ്രോപ്പർ വാല്യൂ ഓഫ് ബേസ് ടു എമിറ്റർ വോൾട്ടേജ്. VB എന്ന് പറയുന്നത് കറക്റ്റ് വോൾട്ടേജ് ആയിട്ട് നമുക്ക് തരുന്നു. ദെൻ ഓൺലി അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നടക്കുള്ളൂ. അതർവൈസ് എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ടായി പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്താണ് ചെയ്യുന്നത്? It ensure that the forward biasing of the base emitter junction and the reverse bias of the collector base junction. എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഏത് റീജിയനിൽ വർക്ക് ചെയ്യുന്നു? ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആക്ച്വലി ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ പ്രാവശ്യം പഠിക്കാനുള്ളത്. ഇതിന് ശേഷം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ DC കളക്ടർ കറൻറ്റും DC കളക്ടർ ടു എമിറ്റർ വോൾട്ടേജും നമ്മൾ ബയാസിങ് വഴി നമ്മൾ എന്ത് ചെയ്തു? ക്യൂ പോയിൻ്റ് നടുക്ക് വരുന്ന വിധത്തിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമ്മൾ എടുക്കുന്നത് VCC/2 ആയിട്ട് VC മാക്സും IC max/2 ആയിട്ട് കളക്ടർ കറൻറ്റും എടുത്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ക്യൂ പോയിൻ്റ് എവിടെ ഫിക്സ് ചെയ്തു? ഡോട്ട് ലൈനിൻ്റെ നടുക്ക് വെച്ചു. അന്നേരം എന്ത് ചെയ്യും? നമുക്ക് മാക്സിമം സ്വിങ് കിട്ടും, മാക്സിമം ആംപ്ലിഫിക്കേഷൻ കിട്ടും, കട്ട് ചെയ്ത് പോവില്ല സിഗ്നൽ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഈ ക്യൂ പോയിൻ്റ് എന്ത് ചെയ്യും? മാറിപ്പോവും, മേലോട്ടും താഴോട്ടെല്ലാം ജമ്പ് ചെയ്ത് പോകും. ക്യൂ പോയിൻ്റ് അവിടെ തന്നെ നിൽക്കില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് അവിടെ തന്നെ പിടിച്ച് നിർത്തണം. ക്യൂ പോയിൻറ്റിനെ അവിടെ തന്നെ പിടിച്ച് നിർത്തണം. അതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ഓർ സ്റ്റെബിലൈസേഷൻ ഓഫ് ക്യൂ പോയിൻറ്റ്. അതായത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.